സുഹൃത്തുക്കളെ, നടൻ ഷമ്മി തിലകന്റെ ഒരു ഗംഭീര ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുക തന്നെ വേണം. അത് വായിച്ചുകൊണ്ടാവട്ടെ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോകും. അതെങ്ങനെയാണ്? ചില്ലക്ഷരം കൊണ്ട് പോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരി കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സ്വന്തം അച്ഛനായിട്ടുള്ള തിലകൻ ചേട്ടന്റെ ഒപ്പം നിൽക്കുന്ന ഷമ്മി തിലകന്റെ ഒരു പോസ്റ്റാണ്, ഒരു ഫോട്ടോയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെയുള്ള കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്. ഇപ്പോഴാ ഈ WCCയുടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന ഈ ഒരു സമയത്ത്, ഒപ്പം തന്നെ WCC എന്നതിനേക്കാൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഈ ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമാ തട്ടകത്തിലെ ഏറ്റവും തലത്തൊട്ടപ്പനായിട്ടുള്ള അഭിനയത്തിന്റെ കുലപതിയായിട്ടുള്ള തിലക് എന്ന് പറയുന്ന നടനെ പോലും ഈ പറയുന്ന മലയാള സിനിമയിലെ വലിയ വലിയ താരങ്ങളെല്ലാവരും കൂടിയിട്ട് അദ്ദേഹം ഒരിക്കലും അമ്മ സംഘടന നിൽക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതേസമയം അമ്മയെ സംഘടനയ്ക്ക് എതിരെ നിൽക്കും എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് നടൻ തിലകനെ പുറത്തേക്ക് ആട്ടിപ്പായിപ്പിച്ച ആളാണ്. മനസ്സിലാക്കണം, ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ? നിങ്ങൾ നോക്കിക്കോളൂ, മലയാള സിനിമയിലെ എല്ലാ വേഷങ്ങളും എടുത്ത് നോക്കിക്കോളൂ. തിലകൻ അഭിനയിച്ച എല്ലാ വേഷങ്ങളും നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഒരു വേഷത്തിൽ പോലും, ഒരു സിനിമയിൽ പോലും തിലകൻ എന്ന് പറയുന്ന ആ മഹാനടൻ അഭിനയിച്ച ആ ഒരു വേഷത്തിനെ നിങ്ങൾക്ക് കുറ്റം പറയാൻ ഒന്നും സാധിക്കില്ല. അത്രയും ഗംഭീരമായിട്ട് മാത്രമാണ് തിലകൻ ചേട്ടൻ ഓരോ വേഷവും സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അഭിനയത്തിന്റെ കുലപതി എന്ന് നമുക്ക് അങ്ങനെ കറ തൊടാതെ വിളിച്ച് പറയാം. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള നടൻ. ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നത് തിലക് എന്ന് പറയുന്ന ഈ നടനൊക്കെ വിദേശത്തായിരുന്നെങ്കിൽ ഇന്ന് ഓസ്കാർ അവാർഡൊക്കെ തിലക് എന്ന് പറയുന്ന ഈ ഒരു നടന് കിട്ടിയതിനെ. ഞാൻ പറയുമ്പോൾ പലപ്പോഴും വ്യക്തമായില്ല. പക്ഷേ ഇനി എന്തുകൊണ്ട് ഇത് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഈ മനുഷ്യൻ ഇത് ഇട്ടു? ഷമ്മി തിലകൻ എന്തിന് ഈ പോസ്റ്റ് ഇട്ടെന്ന് കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ഉത്തരം നമ്മുടെ ആ ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ വലിയ നടന്മാർക്കെതിരെ, വലിയ വലിയ ആളുകൾക്കെതിരെ, അവർ സ്ത്രീകളോട് കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ തിലകൻ ചേട്ടന്റെ ചില വാക്കുകൾ വളരെ പ്രശസ്തി ഉണ്ടാവുന്നത്. ഏഷ്യാനെറ്റില് കുറച്ചു കാലം മുമ്പ്, അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ കൊടുക്കാനുള്ള സന്ദർഭം നമുക്കറിയാം. അമ്മയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നാടകവുമായിട്ട് ജീവിക്കേണ്ടി വന്നൊരു കാലഘട്ടം മഹാനടനായിട്ടുള്ള ഈ തിലകൻ ചേട്ടനുണ്ടായിരുന്നു. അന്ന് നാടകവുമായിട്ട് ജീവിക്കേണ്ടി വന്നു എന്നുള്ള മലയാളത്തിലെ തൊട്ടപ്പനായിട്ടുള്ള ഈ ഒരു നടൻ അങ്ങനെ പറ്റിപ്പോയെങ്കിൽ ബാക്കിയുള്ള ഒരു അവസ്ഥയൊക്കെ എങ്ങനെയായിരിക്കും നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ആ സംഘടനയിൽ കൃത്യമായിട്ടൊന്ന് ശബ്ദം ഉയർത്താൻ പോലും പലർക്കും അവകാശമില്ല എന്നർത്ഥം. ശബ്ദമുയർത്തിയവരെ നിഷ്കരുണം താഴ്ത്തിക്കിട്ടുകയോ സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്യുമെന്നർത്ഥം. ഇനി നിങ്ങൾ തിലകൻ ചേട്ടന്റെ ഡയലോഗ് കേട്ടിട്ട് ബാക്കി വർത്താനം നമുക്ക് കേൾക്കാം. അമ്മ എന്ന സംഘടനയോട് എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ട്, അത് എന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. അതുപോലെ തന്നെ ഫെഫ്കയിലും. ഇനി പറയാം ക്രിസ്ത്യൻ ബ്രദേഴ്സിന് എന്ത് സംഭവിച്ചു. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ ഇവിടെ വന്നിരുന്ന് ഈ കസേരയിൽ ഇരുന്നിട്ട് എന്നോട് വളരെയധികം സംസാരിച്ചു. അതിന് മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാൻ. മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ എന്റെ ബാപ്പയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു. ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചോട്ട് സംസാരിച്ചു. ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു. എന്റെ 25 ദിവസമാണ് മേടിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ചിത്രം, ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് നടന്നില്ല. അതിന് സുബൈർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം, ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല. കാരണം 3.5 കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയല്ലാത്തൊരു തീരുമാനമുണ്ട്. അതുകൊണ്ട് സമ്മതിക്കുക. ഇതൊരു 10 കോടി രൂപയെങ്കിലും വരും. ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട്. തമിഴ് നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത്. ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല, മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബൈർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരയ്ക്ക് താഴെ ഇരുന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ട് ഈ സുബൈർ എന്നെ മാറ്റി?
ഞാൻ സുബൈറിനെ വിളിച്ച് ചോദിച്ചു, നേരിട്ട് വിളിച്ചു, എന്ത് പറ്റി സുബൈറെ? സുബൈർ എന്നോട് പറഞ്ഞത്, ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല. ഞാൻ ആരാണീ അവരെന്ന് വെച്ചാൽ അത് പിന്നെ ഈ ഫെഫ്ക. അമ്മയൊന്നും പറഞ്ഞില്ല കേട്ടോ, അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന്. ഞാൻ സുബൈറിനോട് ചോദിച്ചു, ഇവർക്ക് എന്ത് കാര്യം ഇത് പറയാൻ, ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം ഇത് പറയാൻ? ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴില് നിഷേധിക്കലാണോ ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം? അതാണോ അവരുടെ നയം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ, അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയും. ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു, ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി. അപ്പൊ ശരിയാണ്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാള അരവിന്ദൻ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെയുള്ള പലരും ഉണ്ട്. അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പോലും, അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ. അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം. പണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞല്ലേ, കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ എന്ന് പറഞ്ഞുണ്ടാക്കിയതുപോലെ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കേണ്ടെന്ന് 2 പ്രാവശ്യം തീരുമാനിച്ചാണ്. അപ്പോഴൊക്കെ പ്രേക്ഷകരുടെ കത്തും മറ്റുള്ള ചില പ്രേരണയാണ്, ചില പുരസ്കാരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നത്. ഇപ്പോഴും ഞാൻ ആ വക്കത്ത് നിൽക്കുകയാണ്. മലയാള സിനിമയിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ പലരെയും വിളിച്ചു ചോദിച്ച കൂട്ടത്തിൽ ഞാൻ ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയെ വിളിക്കാൻ പ്ലാനുണ്ട്. പക്ഷെ അദ്ദേഹത്തെ എനിക്ക് വലിയ പരിചയമില്ല. അദ്ദേഹം ഒരിക്കൽ നേരറിയാൻ CBI എന്നുള്ള ലൊക്കേഷൻ വെച്ച് എന്നെ ഇങ്ങോട്ട് ഒന്ന് പരിചയപ്പെടുകയും ഞാൻ ആവശ്യപ്പെടാതെ എനിക്കൊരു ക്യാരക്ടർ എഴുതാൻ പോവാണ്, ഈ ക്യാരക്ടറിൽ ചേട്ടനല്ലാതെ മറ്റൊരാൾ അഭിനയിക്കാൻ നിൽക്കത്തില്ല എന്ന് വരെ പറഞ്ഞ ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മുഖം മാറിയതായിട്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടു. ഞാൻ വിനയൻ എന്ന് പറഞ്ഞ സംവിധായകന്റെ പടത്തിൽ അഭിനയിച്ചതാണ് അവർ പറയുന്ന കുറ്റം. വിനയനെ സംബന്ധിച്ച് പലർക്കും വിപരീത അഭിപ്രായം ഉണ്ടാകാം. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയുന്നവരുണ്ടാകാം, അല്ലെന്ന് പറയുന്നവരുണ്ടാകാം. അതെനിക്ക് പ്രശ്നമല്ല, അത് തെളിയേണ്ട കാര്യമാണ്. വിനയന്റെ പടത്തിൽ തിലകൻ അഭിനയിക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നു. അഭിനയിക്കരുതെന്ന് പറയാൻ പ്രേക്ഷകർക്കേ അവകാശമുള്ളൂ. എന്ന് നിങ്ങൾ തിലകൻ അഭിനയിക്കരുതെന്ന് പറയുന്നു, അന്ന് നിർത്താൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു നടന് തൊഴിലാണ് അവൻ അഭിനയിക്കാന്ന് പറയുന്നത്. പക്ഷെ തിലകൻ ചേട്ടന്റെ വാക്കുകളാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു മനുഷ്യനാണ്. അതിനുശേഷം പിന്നെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന രഞ്ജിത്തിന് പടത്തോട് കൂടിയിട്ടാണ് ഇദ്ദേഹം തിരികെ വരുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങ് തിരികെ വരാൻ കാരണക്കാരനായത് ഒന്ന് രഞ്ജിത്തും അതിനൊപ്പം തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ നട്ടലുള്ള ആ ഒരു നടൻ കൂടിയാണ്. ആ ഒരു നടൻ തിലകൻ ചേട്ടനോട് ആ സിനിമയുടെ ഇടയ്ക്ക് ചോദിക്കുന്നത്, എവിടെയായിരുന്നു ഇത്രയും കാലം? അതിനൊരു ചിരിയാണ് തിലകൻ ചേട്ടൻ മറുപടിയായിട്ട് കൊടുക്കുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോ തിലകൻ ചേട്ടൻ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം എങ്കിൽ അദ്ദേഹം ഇപ്പോൾ എവിടെയെങ്കിലും ഇത് ചിരിക്കുന്നുണ്ടാവും, അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് ഒക്കെ കേരളത്തിലെ മലയാള സിനിമയിൽ സംഭവിക്കുന്നുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ എന്ന് തിലകൻ ചേട്ടൻ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തെ ആ ഒരു മഹാനടനെ മാറ്റി നിർത്തിയ ഈ ആളുകൾക്ക് മലയാള സിനിമയിലെ കുറച്ച് സ്ത്രീകളെ മാറ്റി നിർത്താൻ എന്താണ് പാടുള്ളത്? അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇങ്ങനെയുള്ള ആ ഒരു മഹാനടനാണ്, ഏതാളാണ് ഇപ്പോഴും നമ്മുടെ സിനിമയ്ക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. അത് നമുക്ക് അറിയേണ്ടത് തന്നെയാണ്. പതുക്കെയെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടെങ്കിലും അത്തരം ഒരു വ്യക്തിയെ നമ്മുടെ മുമ്പിലേക്ക് വൃത്തിയായിട്ട് മാധ്യമങ്ങൾ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുക. കാര്യങ്ങൾ വ്യക്തമാവട്ടെ എല്ലാവർക്കും. ബൈ.